അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി തുടങ്ങിയൊരു ചാനലാണ്, സബ്സ്ക്രൈബ് വളരെ കുറവാണ്. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും, നല്ലവരായ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഒരുപാട് ടെൻഷൻ ഉണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നു, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? ഭയപ്പാടോടുകൂടി കടന്നു പോകുന്ന അവസരങ്ങൾ കടന്നു വന്നാലോ നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ആ ഇസ്തിഗ്ഫാർ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു എളുപ്പമാക്കി തരുമല്ലോ. നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുമല്ലോ, നിങ്ങളുടെ കണ്ണീര് മാറ്റുമല്ലോ, നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുമല്ലോ. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും അതിനെയൊക്കെ പരാജയപ്പെടുത്താൻ ഇസ്തിഗ്ഫാറിന് കഴിവുണ്ട്. അങ്ങനെ അത് മാത്രവുമല്ല, നിങ്ങളുടെ ടെൻഷനുകളെ മാറ്റാനും കഴിവുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിപ്പിക്കാനും ഇസ്തിഗ്ഫാറിന് കഴിവുണ്ട്. അതുകൊണ്ടല്ലേ 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു നടന്ന് പോകുന്നല്ലോ. പാതിരാത്രിയിൽ ഒരു പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ പറഞ്ഞു, പറ്റൂല, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ വിശ്രമിക്കാൻ പറ്റൂല. ഏതായാലും അതൊരു നിയമമാണല്ലോ. അവിടെ തർക്കിക്കാൻ നിന്നില്ല. പള്ളി കമ്മിറ്റിക്കാരൊരു നിയമം കൊണ്ടുവന്നു. ആ ഒരു നിയമം പള്ളിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നടന്നൊരു വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വീടിന്റെ വാതിലിൽ മുട്ടുമ്പോ കതക് തുറക്കുന്ന മനുഷ്യനോട് പറയാ, സമയം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്, ഇന്നത്തെ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കട്ടെ, ഞാൻ ഇവിടെ വന്ന് വിശ്രമിക്കട്ടെ. ആ സമയം പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ വന്ന് കിടന്നോ. അവസാനം അവിടെ കിടക്കാനുള്ള അവസരം കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുമ്പോ അപ്പുറത്ത്